പഠിച്ച കളക്ടർ ആവാം, എന്നെ പോലെ. അയ്യോ, അപ്പം മോള്? അതെ, ശാലിനി വിഷ്ണു. മോളെ, ഞാൻ അറിയാതെ എന്തെങ്കിലും? എല്ലാം അറിയേണ്ട കാര്യങ്ങൾ തന്നെ അമ്മേ. എന്നാ ശരി, വരട്ടെ. വിഷ്ണുട്ട, പോട്ടെ അമ്മ. ശരി മോനെ. മോളെ പോട്ടെ. ശരി. അനു, ഈ വരുന്ന സ്ത്രീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഇവര് വന്ന് കണ്ടാൽ ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, എത്രയും പെട്ടെന്ന് എന്ന് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. പ്രാർത്ഥിച്ചോളൂ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഒപ്പം ഇതുവരെ മനസ്സിനെ അലട്ടിയ സങ്കടങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചോളൂ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം പ്രസന്നവദനം ധ്യായേ സർവം പ്രശാന്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. മിഥുനൻ രാശി. മനസ്സിനെ ഏകാഗ്രമാക്കി പ്രാർത്ഥിച്ചാൽ ബോധം നന്നായി ഉണരും. ആ ബോധത്തിൽ നിന്ന് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന ജ്ഞാനവും ഉണ്ടാവും. കടന്നു വന്ന വഴികളിൽ കല്ലും മുള്ളും മാത്രമല്ല, ഉഗ്ര വിഷപ്പാമ്പുകളെയും നേരിട്ടു അല്ലേ? ജീവാപായമുണ്ടാകാത്തത് മുൻജന്മ സുഹൃതം. ഭഗവാനിൽ ഉറച്ച വിശ്വാസമുള്ള ഭക്തർക്ക് ഭഗവാൻ സാരൂപ്യമുക്തി നൽകുന്നു. സാരൂപ്യമുക്തി എന്നാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപമായി പരിണമിക്കുക എന്നുള്ളതാണ്. കൃഷ്ണഭക്തയാണല്ലേ? ആ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാ ഇപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചോളൂ. സങ്കടങ്ങളിൽ പെട്ടെന്ന് മനസ്സിലായുന്നവനാ. സ്വാമി, സത്യാമ്മയുടെ കുടുംബത്ത് പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല നിലയിൽ കഴിഞ്ഞിരുന്നവരാ. സത്യഭാമയ്ക്കിത് 7.5 ശനി കാലമാണ് രമണമ്പിള്ളേ. പുണ്യാവതാരങ്ങളായ ശ്രീരാമചന്ദ്രസ്വാമിയും ശിവഭഗവാന് പോലും 7.5 ശനി കാലത്ത് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. വീട് വിട്ടിറങ്ങുക, കളവ് കേൾക്കേണ്ടി വരിക, ഇതെല്ലാം നടന്നു കഴിഞ്ഞില്ലേ? സ്വാമി, ഇനി ഞാൻ അനുഭവിക്കാൻ ഒന്നുമില്ല. ഇപ്പൊ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരണം. അമ്മയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് മകനിലാണല്ലേ? ആ മകനെ സ്വന്തം ചിറകിൽ ഒളിപ്പിച്ചു തന്നെയാ അമ്മ വളർത്തിയതും. ഈ മകനില്ലെങ്കിൽ അമ്മയില്ല, അമ്മയുടെ സാന്നിധ്യമില്ലെങ്കിൽ മകനുമില്ല. അതായത് അമ്മയുടെ സർവസ്വവും ഈ മകനിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ? എങ്കിലാപത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനുമല്ല. കഷ്ടകാലത്തിന്റെ കയ്പുനീര് കുടിക്കാൻ വിധിക്കപ്പെട്ടത്, 7.5 ശനിയുടെ തിക്താനുഭവങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത് മകന് തന്നെ. ഒന്നിനു പിറകെ ഒന്നായി ആപത്തുകൾ വരാൻ പോകുന്നതും മകന് തന്നെയാണ്.
ഉരുക്ക് വളയമാണ് മുന്നിൽ കാണുന്നത്. കേസ് ഒഴിഞ്ഞിട്ട് നേരം കാണാൻ വഴിയില്ലല്ലോ ഈ മകന്. അവന്റെ ചുമലിൽ താങ്ങാനാവുന്നതിലും അധികം ഭാരം ഇപ്പോഴുണ്ട്. അതിനിയും കൂടാം. കുഴഞ്ഞു വീഴാതെ നോക്കാൻ കൂടെ നിൽക്കുന്നവരുടെ പ്രാർത്ഥന അതുമാത്രമേ പരിഹാരമായുള്ളൂ. സ്വാമി, ഈ അമ്മ ജീവിക്കുന്നത് തന്നെ ആ മോനു വേണ്ടിയാ. ഈ പറഞ്ഞതെല്ലാം കേട്ടിരിക്കുന്നതും ചങ്ക് നീറിക്കൊണ്ട് തന്നെയാ. ഉചിതമായൊരു പരിഹാരം അത് പറഞ്ഞു തരണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളെയും അകറ്റി നിർത്താം. അത് സത്യാമ്മയ്ക്ക് വേണ്ടുവോളം ഉണ്ട്. മരിച്ചു മണ്ണടിഞ്ഞവരും മോക്ഷം കിട്ടാത്തവരും നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നാൽ സ്വസ്ഥതക്കേടാ. അതുകൊണ്ട് പിതൃക്കളെ തൃപ്തിപ്പെടുത്താനുള്ള വഴിപാടുകൾ നടത്തുക. കുളിച്ച് ഈറനോടെ ബലിയിടുന്നതിനേക്കാൾ പുണ്യപ്രവൃത്തി വേറെ ഒരു വഴിപാടിനും ഇല്ല. പ്രധാനമായും ചെയ്യേണ്ടത് ഈ ദുരിതങ്ങൾക്കെല്ലാം അറുതി വരുത്തുന്നതിനായി കുന്നുംപുറം കാർത്തിക ക്ഷേത്രത്തിലെ 101 പടികൾ മുട്ടിലിഴഞ്ഞ് കയറണം. അതിപ്പോ എന്റെ ഒരു ആരോഗ്യസ്ഥിതി പറ്റുന്നതല്ലെങ്കിൽ സത്യഭാമയ്ക്ക് വേണ്ടി മകനുമായി ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ചെയ്താലും മതി. പക്ഷെ വഴിപാട് നടത്തണം. ഒരു മുജ്ജന്മ ശാപം കിടക്കുന്നുണ്ട്. അത് മാറിയാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാകും. പക്ഷേ ഈ വഴിപാട് നടത്താൻ സ്വാമി. എനിക്കെന്റെ മകൻ കഴിഞ്ഞേയുള്ളൂ എല്ലാം. അവന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മനസ്സലിയുന്നത് വരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ നല്ല ഭക്തർക്ക് മുന്നിൽ കണ്ണു തുറക്കാതിരിക്കില്ല.